ഞാൻ കൺസൾട്ടിങ് നൽകിയ പല സ്ഥാപനങ്ങളിലും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഞാൻ ഉപയോഗിച്ച ഒരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ സിമ്പിൾ കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ കമ്പനിയിലും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി 100% വർദ്ധിക്കും. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് 2 ടൈപ്പ് ഓഫ് മീറ്റിങ്ങുകൾ നിങ്ങളുടെ കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നിനെ നമുക്ക് റിവ്യൂ മീറ്റിംഗ് എന്ന് പറയാം, മറ്റത് അനലൈസിങ് മീറ്റിംഗ് എന്ന് പറയും. എങ്ങനെയാണ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്? മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ പല കമ്പനിയും ഇതിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനിയിലൊക്കെ മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് പ്രൊഡക്ടിവിറ്റി കൂടുമൊന്നുമല്ല, പ്രൊഡക്ടിവിറ്റി കുറയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സത്യമാണത്. കാരണം മീറ്റിംഗ് നടത്തുന്നതിന് അതിൻ്റേതായ കുറച്ച് രീതികളുണ്ട്. ആ രീതികൾ ഞാൻ ആദ്യം പറയാം. ഒരു മീറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് കമ്പനിക്ക് ഒരു വളരെ ഷോർട്ട് ടൈമിലേക്കുള്ളൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. മിഡ് ടൈം ലോങ് ടൈമൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് അടുത്ത 90 ദിവസത്തിലേക്ക് നിങ്ങളുടെ കമ്പനിക്ക് എവിടേക്കാണ് എത്താനുള്ളത്, സെയിൽസിൽ എന്ത് മാറ്റം, മാർക്കറ്റിങ്ങിൽ എന്ത് മാറ്റം, HR എന്ത് മാറ്റം, പ്രൊഡക്ഷനിൽ എന്ത് മാറ്റം, സർവീസിൽ എന്ത് മാറ്റം, ടോട്ടൽ കമ്പനിയുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, എത്ര എംപ്ലോയീസ് ഉണ്ടായിരിക്കും, ഇങ്ങനെ അടിസ്ഥാനമാക്കി 90 ദിവസത്തിലേക്കുള്ളൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസത്തേക്ക് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു 12 അല്ലെങ്കിൽ 13 നമുക്ക് എന്തുണ്ടാവും അനലൈസിങ് മീറ്റിങ്ങുകളായിട്ട് കണ്ടക്ട് ചെയ്യാം. ആ 90 ദിവസത്തിൽ നിന്ന് ഫസ്റ്റത്തെ ഒരു മാസത്തേക്കുള്ള ഗോൾ എന്താണ്, അതിൽ ഫസ്റ്റത്തെ ഒരു വീക്കിലേക്കുള്ള ഗോൾ എന്താണ്, സെക്കൻഡ് വീക്കിലേക്കുള്ള ഗോൾ, ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും. ഇതിന് ചെയ്യേണ്ടത് ഈ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ് മീറ്റിംഗ് നടക്കണം. ഒന്ന് കമ്പനീൻ്റെ ബോർഡ് മീറ്റിംഗ്, ആ കമ്പനിയുടെ ഓണറും അതിൻ്റെ ഹെഡ് ടേബിളിൽ വരുന്ന ആളുകളും തമ്മിലൊന്ന് ഇരിക്കുക. എന്നിട്ട് ആ കമ്പനിക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാനുകൾ, ആ 90 ദിവസം സെറ്റ് ചെയ്തതനുസരിച്ച് നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാനുകളൊന്ന് ആദ്യം ഫസ്റ്റ് മീറ്റിങ്ങിൽ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അടുത്തൊരു വീക്കിന് മുന്നേ നമ്മൾ ഇന്നയും കാര്യങ്ങൾ ചെയ്യും. അതിനനുസരിച്ച് ടീമിനെ വിളിക്കുക. ടീമിനെ വിളിച്ചതിന് ശേഷം അവരുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള അവരുടെ സെയിൽസ് ടീമിൻ്റെ എന്താണ് അവർ പ്രതീക്ഷിക്കുന്ന അച്ചീവ്മെൻറ്റ്സുകൾ, മാർക്കറ്റ് ടീം എന്താണ് പ്രതീക്ഷിക്കുന്നത്, പ്രൊഡക്ഷൻ ടീം അല്ലെങ്കിൽ അവിടെ ബാക്കി വരുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും എന്താണ് പ്രതീക്ഷിക്കുന്നത്, ബേസിക് ആയിട്ടൊരു ഗോൾ അവരെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ഷെഡ്യൂളുകൾ ഒരു വീക്കിലേക്ക് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. ആ ഒരു വീക്കിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ 2 ഡേയ്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡേയിലോ നിങ്ങൾ ഒരു സ്റ്റാൻഡപ്പ് മീറ്റിംഗ് സംഘടിപ്പിക്കുക. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് മീറ്റിങ്ങിൽ അതിൽ ഉൾക്കൊള്ളിക്കണം മാത്രം ആളുകൾ ഉൾക്കൊള്ളിച്ചിട്ട് ആ ഡേയ്സിലെ തലേ ദിവസത്തേക്ക് റിവ്യൂ ഒന്ന് നിങ്ങൾ എടുക്കുക. ഒരു 1 മിനിറ്റൊക്കെ ഒരാൾക്ക് കൊടുത്താൽ മതി. ഓക്കെ. ഇങ്ങനെ മീറ്റിംഗ് നടത്തുന്ന പല സമയത്ത് പല കമ്പനികളും പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവർ പല സ്ഥലത്തായിരിക്കുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സൂം പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റ്സ് പോലുള്ള ഏതെങ്കിലും വീഡിയോ പ്ലാറ്റ്ഫോമുകൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹൈബ്രിഡ് മോഡിലൊക്കെ മീറ്റിംഗ് നടത്താൻ പറ്റും. കുറച്ച് ആളുകൾ കമ്പനിയിലാണ്, കുറച്ച് സൂപ്പർവൈസേഴ്സൊക്കെ പുറത്താണ് അല്ലെങ്കിൽ ഓണർ പുറത്താണ്. അവർക്കൊക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും ആ മീറ്റിംഗ് അനലൈസ് ചെയ്യാനും സംഭവിക്കും. അവിടെ ഈ 2 ഡേയ്സിലേക്കുള്ള അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഡെയിലി മീറ്റിംഗ് ഇന്നലെ എന്തൊക്കെ പ്ലാനുകൾ നടന്നു, ഇന്നത്തെ പ്ലാൻ എന്താണ്, നാളേക്കുള്ള പ്ലാനുകൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുക. ഇത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോയതിന് ശേഷം ഒരു വീക്കാകുന്ന സമയത്ത് ഒരു വീക്കിലി മീറ്റിംഗ് നിങ്ങൾ സംഘടിപ്പിക്കുക. അത് ശനിയാഴ്ച തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും ഈവനിങ് 3 to ആണ് മീറ്റിംഗ് നടക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, ഈവനിങ് എല്ലാ വ്യാഴാഴ്ച മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചോദിക്കുക. ലാസ്റ്റ് കഴിഞ്ഞ ബുധൻ മുതൽ ലാസ്റ്റ് ചൊവ്വ വരെയുള്ള റിപ്പോർട്ടായിരിക്കും ചോദിക്കുക. കാരണം മീറ്റിംഗ് വ്യാഴ്ച നടക്കുന്നുണ്ട്, ബുധനാഴ്ച ആയിരിക്കും അവർ റിപ്പോർട്ട് ഉണ്ടാക്കാനുണ്ടാവുക. ചൊവ്വാഴ്ച വരെയുള്ള റിപ്പോർട്ട് അവർ ബുധനാഴ്ച പ്രിപ്പയർ ചെയ്ത് വെക്കും, വ്യാഴാഴ്ച അവർ റിപ്പോർട്ട്. അപ്പോൾ ആ 6 ദിവസത്തിൽ അല്ലെങ്കിൽ ആ 7 ദിവസത്തിൽ എന്തൊക്കെയായിരുന്നു അവർ ഗോൾ സെറ്റ് ചെയ്തിരുന്നത്, ആ ഗോളുകൾ എന്തൊക്കെ അച്ചീവായി, ഓരോ ടീമിൻ്റെ പെർഫോമൻസ് എന്താണ്, നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാനുകൾ എന്താണ് എന്നുള്ളവർ അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും അനലൈസ് ചെയ്യാൻ പറ്റുക നെക്സ്റ്റ് വീക്കിൽ നമ്മൾ മീറ്റിംഗ് നടക്കുമ്പോൾ, സെക്കൻഡ് മീറ്റിംഗ് നടക്കുമ്പോൾ ആദ്യം ഇതേ ബോർഡ് മീറ്റിംഗ് കൂടുന്നു. കഴിഞ്ഞ വീക്കിലെ മീറ്റിങ്ങുകൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ മിനിറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ മിനിറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് തീരുമാനമായി എന്ന് നോക്കണം. ഓക്കെ. രണ്ടാമത് നമ്മൾ അനലൈസിങ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിൽ ഓരോ ആളുകൾ കമ്മിറ്റ് ചെയ്ത വർക്ക് എത്രയായി, ആ വർക്കിൻ്റെ പെർഫോമൻസ് എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്ന് നോക്കണം. അതേപോലെ അവിടുത്തെ ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങളവിടെ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ എത്ര ലീവ് വന്നു, എത്ര സമയം ലേറ്റായി, ഇതേപോലെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം. റിവാർഡ്സുകളോ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അനൗൺസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ടൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ കൺസൾട്ടിങ് നൽകുന്ന കമ്പനികളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി. കാരണം അവിടെ അക്കൗണ്ടബിലിറ്റി വന്നു. ഓക്കെ. ഓരോ എംപ്ലോയീസും അതുവരെ അവർക്ക് ആരും റിപ്പോർട്ട് ചെയ്യാറില്ലായിരുന്നു. ഓരോ 2 ഡേയ്സ് കൂടുമ്പോൾ ഇവർ മെൻ്റലി പ്രിപ്പയർ ആയി തുടങ്ങി. നാളെ മീറ്റിംഗ് ഉണ്ട്, എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട്, വീക്കിലി മീറ്റിംഗ് ഉണ്ട്, വീക്കിലി റിപ്പോർട്ട്. ഇതൊക്കെ ഒരു പ്രസൻറ്റേഷൻ രൂപത്തിലാവുകയും വേണം. ഓക്കെ. അപ്പോൾ ഇത്തരം
സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നത് സിസ്റ്റം സെറ്റിങ്സ് ആൻഡ് പെർഫോമൻസ് ഓഡിറ്റിംഗ് ആണ്. ഈ സിസ്റ്റം സെറ്റിങ്സും പെർഫോമൻസ് ഓഡിറ്റിങ്ങിലൂടെയും ഞങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വെറും 3 മാസം കൊണ്ട് തങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം എന്തെങ്കിലും സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പനിയുടെ ഒരു സിസ്റ്റം നിങ്ങൾ സെറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്. പ്രൊഡക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി, നിങ്ങളുടെ ഇൻകം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും. അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിലെത്തിക്കും. ബിസിനസ് ഗ്രോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെറ്റ് എ പ്രോപ്പർ സിസ്റ്റം. താങ്ക് യു.